ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനെ ആക്രമിക്കുവാൻ അശ്ശൂർ രാജാവും അശ്ശൂർ സൈന്യവും വന്നു നിൽക്കുമ്പോൾ ഒറ്റ രാത്രിയിൽ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഇറങ്ങിയിട്ട് അശ്ശൂർ പാളയത്തിലെ 1,85,000 യോദ്ധാക്കളെ കൊന്നുകളയുവാൻ ഇടയായി. എന്നാൽ ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. ആ ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 21 ദിവസം കഴിഞ്ഞപ്പോൾ 21 ദിവസം ആയപ്പോൾ സ്വർഗത്തിലെ ദൂതൻ വന്ന് ദാനിയേലിനോട് പറയുകയാണ്, ദാനിയേലെ, നിന്റെ പ്രാർത്ഥനയുടെ 1-ാം ദിവസം തന്നെ നിന്റെ വിഷയത്തിന് വേണ്ടി മറുപടിയുമായി ദൈവം എന്നെ അയച്ചതാണ്. എന്നാൽ പാർസി രാജ്യത്തിന്റെ അധിപതിയുമായി 21 ദിവസം ഞാൻ യുദ്ധം ചെയ്യേണ്ടി വന്നു. അവസാനം പ്രധാന ദൂതനായിരിക്കുന്ന മീഖായേൽ എന്നോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടി വന്നു, എന്നോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നു. അപ്പോ ദൈവത്തിന്റെ ദൂതറിയിക്കുവാൻ വേണ്ടി ദൈവം ദൂതന്മാരെ അയക്കുമ്പോൾ ഏത് ദൂതനാണ് മനുഷ്യർക്ക് വേണ്ടി ഇടപെടുന്നത്? ദൈവത്തിന് വേണ്ടി മനുഷ്യന് വേണ്ടി ഇടവിൽ നിന്നുകൊണ്ട് മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൂതഗണങ്ങൾ എത്രാം സ്വർഗത്തിലാണ് വസിക്കുന്നത്? അശ്ശൂർ രാജാവിന്റെ പാളയത്തിലെ 1,85,000 സൈന്യത്തെ ഒറ്റ രാത്രി കൊണ്ട് കൊന്നുകളഞ്ഞത് ഏത് സ്വർഗത്തിൽ വസിക്കുന്ന ദൂതനാണ്? ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ചാണ്, ദൂതഗണങ്ങളെ കുറിച്ചാണ്. ഐ ആം സോയ സാംസൺ. പ്ലീസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഷെപ്പേർഡ് ബോയ്സ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദിസ് ടോപ്പിക്. പ്ലീസ് ജോയിൻ വിത്ത് മീ. കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു വന്നത് ദൈവത്തിന്റെ ദൂതന്മാർ ഹാനോക്കിനെ എടുത്തുകൊണ്ടുപോയി ആ ദൂതന്മാർ ഹാനോക്കിനെ കാണിച്ച സ്വർഗങ്ങളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത്. 1-ാമത്തെ സ്വർഗത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഹാനോക്കിനെ കൊണ്ടുവന്നപ്പോൾ അവിടെ കണ്ടത് വിധാനത്തിന് മുകളിലുള്ള വെള്ളവും വിധാനത്തിന് താഴെയുള്ള വെള്ളം. അപ്പൊ വിധാനത്തിന് ആകാശത്തിന് മുകളിലുള്ള വെള്ളങ്ങളെ കുറിച്ചാണ് 1-ാം സ്വർഗത്തിൽ കാണുവാൻ സാധിച്ചത്. 2-ാം സ്വർഗത്തിലേക്ക് ഹാനോക്കിനെ ദൈവത്തിന്റെ ദൂതന്മാർ കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരു ഗ്രേറ്റ് ഡാർക്ക്നെസ്സിനെ കുറിച്ച് കാണുവാൻ ഇടയായി തീർന്നു. ആ ഡാർക്ക്നെസ് എന്തുവാന്ന് ഹാനോക്ക് ചോദിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതന്മാർ പറയുന്നു, ഇവിടെ ദൈവം ശിക്ഷാവധിക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന ദൂതഗണമുണ്ട്. ആ ദൂതഗണത്തെ ദൈവം ചങ്ങലയിൽ ബന്ധിച്ചാക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് 2-ാമത്തെ സ്വർഗം എന്ന് പറയുന്നത്. അവിടുന്ന് ദൈവത്തിന്റെ ദൂതന്മാർ ഹാനോക്കിനെ 3-ാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി തീർന്നു. ആ 3-ാം സ്വർഗത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ ഹാനോക്കിനെ കാണിച്ചത് സ്വർഗീയ പർദീസയെ കുറിച്ചാണ്. സ്വർഗത്തിലുള്ള പർദീസയെ കുറിച്ച് അവിടെ കാണിച്ചു. അതേ സമയത്ത് തന്നെ ദുഷ്ടന്മാരെ ദൈവമാക്കി വെക്കുന്ന സ്ഥലവും കാണിച്ചു കൊടുത്തു. അവിടെ സംസാരിച്ചപ്പോൾ തന്നെ സ്വർഗീയ പർദീസയുണ്ട്, ഭൂമിയിൽ ഒരു പർദീസയുണ്ട്. അപ്പോൾ സ്വർഗീയ പർദീസയും ഭൂമിയിലെ പർദീസയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രീ ഓഫ് ലൈഫ്, ജീവവൃക്ഷം ഉണ്ടെന്ന് അവിടെ കാണുവാൻ സാധിച്ചു. ജീവവൃക്ഷത്തിന്റെ റൂട്ടാണ്, വേരുകളാണ് സ്വർഗീയ പർദീസയും ഭൂമിയിലെ പർദീസയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 3-ാം സ്വർഗം എന്ന് പറയുന്ന ആ ഒരു വീഡിയോ പാർട്ടിൻ്റെ അകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 4-ാം സ്വർഗത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് ദൂതഗണത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഭൂമിയെ സംബന്ധിച്ച് ദൈവം ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. അതിനെ സംരക്ഷിക്കുവാൻ, സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെല്ലാം ഗൈഡ് ചെയ്യുവാൻ, അതിന്റെ പാതാവിനനുസരിച്ച് നടത്തുവാൻ വേണ്ടി ദൈവം ദൂതന്മാരെ ആക്കി വെച്ചിരിക്കുന്നത് 4-ാം സ്വർഗത്തിൽ നമ്മൾ കണ്ടു. 4-ാം സ്വർഗത്തിൽ തന്നെ ആ ഒരു പാർട്ടി തന്നെ 4-ാം സ്വർഗവും 8-ാം സ്വർഗവും 9-ാം സ്വർഗവും നമ്മൾ ഡിസ്കസ് ചെയ്തു. കാരണം 4-ാം സ്വർഗത്തിലും 8-ാം സ്വർഗത്തിലും 9-ാം സ്വർഗത്തിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ്, ഓരോ ഉത്തരവാദിത്വം തന്നെയാണ്. 4-ാം സ്വർഗത്തിലെ ദൂതന്മാർ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സോളാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ ആ ഒരു ഗണത്തിൽപ്പെടുന്ന സൗരയുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ്. എന്നാൽ 8-ാം സ്വർഗത്തിലും 9-ാം സ്വർഗത്തിലുള്ള ദൂതന്മാർ പ്രത്യേകം എന്ന് പറയുന്നത് യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചത്തിലുള്ള സകല നക്ഷത്രങ്ങളെയും പ്രപഞ്ചത്തിലുള്ള സകലതിനെയും കൺട്രോൾ ചെയ്യുന്ന ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ച് നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൂതഗണത്തെ കുറിച്ചാണ് അവിടെ 8-ാം സ്വർഗത്തിലും 9-ാം സ്വർഗത്തിലും കാണുവാൻ സാധിക്കുന്നത്. 8-ാം സ്വർഗത്തിലും 9-ാം സ്വർഗത്തിലും നമ്മൾ പല കോൺസ്റ്റലേഷൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്.
നക്ഷത്ര സമൂഹങ്ങള് അവിടെ തന്നെ ദൈവം ഒരിക്കൽ ഇയ്യോബിനോട് ചോദിക്കുന്നുണ്ട്, ഇയ്യോബെ, കാർത്തികയുടെ ചങ്ങലയെ നിനക്ക് ബന്ധിക്കാമോ? മകരത്തിന്റെ ബന്ധനങ്ങൾ അരിക്കാമോ? രാശിചക്രത്തെ അതിന്റെ കാലത്ത് നിനക്ക് പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത്, നമ്മുടെ ഗാലക്സിക്ക് പുറത്ത് മറ്റു ഗാലക്സികളുണ്ടാവും. ആ ഗാലക്സികളെല്ലാം ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ദൈവം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ ആക്കി വെച്ചിട്ടുള്ള ദൂതഗണങ്ങളുണ്ട്. ആ ദൂതഗണങ്ങളാണ് അതിനെ ഓരോന്നിനെ നിയന്ത്രിക്കുകയും അതിന്റെ സഞ്ചാരപാതത്തിനനുസരിച്ച് വഴി നടത്തുകയും ചെയ്യുന്ന ദൂതന്മാരാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ 4-ാം സ്വർഗത്തിലും 8-ാം സ്വർഗത്തിലും 9-ാം സ്വർഗത്തിലും നമ്മൾ സംസാരിച്ചത്. ഈ ഒരു എപ്പിസോഡിൽ, ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തിന്റെ ദൂതഗണങ്ങൾ, അവരെ കുറിച്ചാണ് ഹാനോക്കിന്റെ പുസ്തകത്തിനകത്ത് 5-ാം സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒന്ന് പുറമോട്ട് പോയാൽ, 2-ാമത്തെ എപ്പിസോഡ്, 2-ാമത്തെ സ്വർഗത്തെക്കുറിച്ചുള്ള വീഡിയോ കണ്ടവർക്ക് അവിടെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ആ ഒരു സ്വർഗത്തിൽ, 2-ാം സ്വർഗത്തിൽ ദൈവം പാപം ചെയ്ത ദൂതന്മാരെ ന്യായവിധിക്ക് വേണ്ടി ചങ്ങലിൽ ബന്ധിച്ചിരിക്കുന്ന ഭാഗമാണ് 2-ാം സ്വർഗത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പം അവിടെ വെച്ച് ഹാനോക്ക് ചോദിക്കുന്നുണ്ട്, ഈ ദൂതഗണങ്ങൾ എന്തിനാണ് 2-ാം സ്വർഗത്തിലെ ചങ്ങലിൽ ബന്ധിച്ചാക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ 2-ാം സ്വർഗത്തിൽ വെച്ച് തന്നെ ദൈവത്തിന്റെ ദൂതന്മാർ ഹാനോക്കിനോട് പറയുന്നുണ്ട്, ഇത് 5-ാം സ്വർഗത്തിലുള്ള ദൂതഗണത്തിൽപ്പെട്ട ദൂതന്മാരാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്ന 5-ാം സ്വർഗമാണ്. ഹാനോക്ക് 2-ാം സ്വർഗത്തിൽ വെച്ച് കണ്ട ദൂതഗണം എന്ന് പറയുന്നത് 5-ാം സ്വർഗത്തിലുള്ള ദൂതഗണമാണ്. ഈ ഒരു ദൂതഗണത്തിന്റെ ഇടയിൽ നിന്നും പുറത്തുപോയി, ദൈവത്തോട് മറുതലിച്ച് പുറത്തുപോയ ദൂതഗണത്തിലെ കുറച്ചുപേരെയാണ് 2-ാം സ്വർഗത്തിൽ ദൈവം ന്യായവിധിക്ക് വേണ്ടി ചങ്ങലിൽ ആക്കി വെച്ചിരിക്കുന്നത്. ആ ദൂതഗണത്തെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ 5-ാം സ്വർഗത്തിൽ നമുക്ക് ഹാനോക്കിന്റെ പുസ്തകത്തിനകത്ത് കാണുവാൻ സാധിക്കുന്നത്. അപ്പം ഈ 5-ാം സ്വർഗത്തിലുള്ള ദൂതഗണത്തിന് പൊതുവെ പറയുന്ന പേര് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രിഗോറി എന്നാണ്. എന്ന് പറഞ്ഞാൽ ആർമീസ് ഓഫ് ഗോഡ്, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധവീരന്മാർ, ദൂതന്മാരയക്കുന്ന യുദ്ധവീരന്മാർ. ഈ ദൂതഗണം ആണ് ആക്ച്വലി നമ്മുടെ പ്രാരംഭത്തിൽ നമ്മൾ പറഞ്ഞു, ഒരു രാത്രി കൊണ്ട് അശ്ശൂർ പാളയത്തിലേക്ക് ഇറങ്ങി 1,85,000 യോദ്ധാക്കളെയാണ് ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ കൊന്നുകളഞ്ഞത്. യോദ്ധാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ 1,85,000 മനുഷ്യര്, 1,85,000 യോദ്ധാക്കളെ ഒരു ദൂതൻ ഒറ്റ രാത്രി കൊണ്ട് കൊന്നുകളയാൻ ഇടയെ തീർന്നു. അപ്പോൾ ഒരു ദൂതന്റെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കി, ഒറ്റ ദൂതം മതി. അതുകൊണ്ടല്ലേ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ ഇപ്പോൾ യേശുക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്ന സമയത്ത്, ഒറ്റിക്കൊടുക്കുന്ന സമയത്ത് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ എൻ്റെ പിതാവിനോടൊന്ന് അപേക്ഷിച്ചാൽ ദൂതഗണങ്ങൾ ഇവിടെ റെഡിയാണ്, ദൂതഗണങ്ങൾ വരും. ആ പറയുന്ന കാലഘട്ടത്തിലുള്ള സകല സൈന്യത്തെയും കൊന്നുകളയാനുള്ള ദൂതഗണങ്ങൾ ഉണ്ടെന്ന്. ഇൻന്യൂമറബിൾ നമ്പേഴ്സ് ആണ് ദൂതഗണത്തെ കുറിച്ച് പറയുന്നത്. എണ്ണിക്കൂടുവാൻ പറ്റാത്ത രീതിയിലുള്ള ദൂതഗണങ്ങൾ, അത്രയും ആർമീസ് ദൈവം സൃഷ്ടിച്ചാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയും ദൈവം ദൂതന്മാരെ ആക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ 4-ാം സ്വർഗവും 8-ാം സ്വർഗവും 9-ാം സ്വർഗവും ആ ഒരു എപ്പിസോഡിനകത്ത് മനുഷ്യനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ദൈവം ദൂതഗണത്തെ ആക്കി വെച്ചിട്ടുണ്ട്. ആകാശത്തിലെ പക്ഷികളെ, പറവകളെ സംരക്ഷിക്കുക, കാട്ടിലെ ജന്തുക്കളെ സംരക്ഷിക്കുക, ഇതിനെല്ലാം സംരക്ഷിക്കുവാനെല്ലാം ദൈവം ദൂതഗണങ്ങളെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഓരോ ദൂതഗണത്തിനും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഈ 5-ാം സ്വർഗത്തിലെ ദൂതഗണത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. ഈ ഒരു മെയിൻ പർപ്പസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അശ്ശൂർ പാളയത്തിലേക്ക് ഇറങ്ങി വന്നത് ഈ ദൂതഗണത്തിലെ ഒരു ദൂതനാണ് അശ്ശൂർ പാളയത്തിലേക്ക് ഇറങ്ങി വന്നത്. ഇനി നമ്മൾ ദാനിയേലിന്റെ പുസ്തകത്തിനകത്ത് ഇതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ദാനിയേലിന്റെ പുസ്തകത്തിനകത്ത് നമ്മൾ ഓർമ്മിപ്പിച്ചല്ലോ, ദാനിയേൽ ഒരു ദർശനം കാണുവാൻ ഇടയെ തീർന്നു. ആ ദർശനം ദാനിയേൽ കണ്ടപ്പോൾ ആ ദർശനത്തിന് മറുപടി എന്നവണ്ണം മറുപടി കിട്ടാൻ വേണ്ടി ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 ആഴ്ചവട്ടം, ഏകദേശം 3 ആഴ്ച, 21 ദിവസം ദാനിയേൽ പ്രാർത്ഥിച്ചു. 21ാമത്തെ ദിവസം ഒരു ദൂതൻ ദാനിയേലിന്റെ മുമ്പേ വെളിപ്പെട്ടു വന്നു. എന്നിട്ട് ആ ദൂതൻ ദാനിയേലോട് പറയുകയാണ്, ദാനിയേല്, നീ പ്രാർത്ഥിച്ച, നീ ജാഗരിച്ച വിഷയത്തിന്മേൽ 1-ാം ദിവസം തന്നെ ദൈവം അതിന് മറുപടി തന്നയച്ചു. ഞാൻ 1-ാം ദിവസമേ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടതാണ്. നിന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിന് മറുപടിയുമായി ഞാൻ 1-ാം ദിവസം തന്നെ പുറപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ 21 ദിവസമായി ഞാൻ പാർസി രാജ്യത്തിന്റെ പ്രഭുവുമായിട്ട് ഞാൻ യുദ്ധം ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം ശ്രദ്ധിച്ചോണോ? പാർസി രാജ്യത്തിന് പ്രഭുവുണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഇറങ്ങി ചിന്തിക്കുകയാണെങ്കിൽ
ഓരോ രാജ്യത്തിന്റെ മുകളിലും അല്ലെങ്കിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ദൈവമാണ് അതിരുകളെല്ലാം തിരിക്കുന്ന ദൈവമാണ്. മനുഷ്യൻ അതിരിട്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ ഒരു അതിരുമുണ്ട്. അത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഓരോ രാജ്യത്തിനും ഓരോ ദേശത്തിനും ഓരോ അതിരുകളുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ തക്കവണ്ണം പിശാചിന്റെ സൈന്യവുമുണ്ട്, അതിന് മുകളിൽ ദൈവത്തിന്റെ സൈന്യമുണ്ട്. അപ്പം അത് ആത്മീയ സ്പിരിറ്റ് വേൾഡ് ആണ്. സ്പിരിറ്റ് റിലത്തിന്റെ അകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ സംഭവിച്ചത് 21 ദിവസം ഈ ദൂതൻ, ഗ്രിഗറി എന്ന് പറയുന്ന ദൂതൻ, പാർസി രാജ്യത്തിന്റെ അധിപതിയായിരിക്കുന്ന മറ്റ് സാത്താന സൈന്യവുമായിട്ട് യുദ്ധം ചെയ്യുവാൻ ഇടയെത്തുന്നു. അപ്പൊ 21 ദിവസം യുദ്ധം ചെയ്തിട്ടും ആ യുദ്ധത്തിൽ ജയിക്കുവാൻ ആർക്ക് പറ്റിയില്ല? ഗ്രിഗറി എന്ന് പറയുന്ന ദൂതഗണത്തിൽപ്പെട്ട ദൂതന് പറ്റിയില്ല. അപ്പൊ ഗ്രിഗറിയെ കുറിച്ചുള്ള പ്രത്യേകത ഞാൻ പറയാം, അവർ ചെയ്ത പാപം എന്തുവാന്ന് ഞാൻ പറയാം. അപ്പൊ ഈ ഒരു പോർഷൻ കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം. അപ്പൊ 21 ദിവസം ഈ ദൂതൻ യുദ്ധം ചെയ്തിട്ട് ദൂതന്മാർ, ഈ 5-ാം സ്വർഗത്തിലുള്ള ദൂതന്മാർ യുദ്ധം ചെയ്തിട്ട് പാർസി രാജ്യത്തിന്റെ പ്രഭുവായിരിക്കുന്ന അല്ലെങ്കിൽ സാത്താന രാജ്യത്തിന്റെ പടയാളികളുമായി യുദ്ധം ചെയ്തിട്ട് അവർക്ക് ജയിക്കുവാൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് പ്രധാന ദൂതനായിരിക്കുന്ന മീഖായേൽ 5-ാം സ്വർഗത്തിലുള്ള ദൂതനല്ല. ഓരോ ദൂതഗണത്തിനും ഓരോ പ്രത്യേകത ഉണ്ട്. ഓരോ ദൂതഗണത്തെയും ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഓരോ മേഖലയിലാണ്. അവർക്ക് ആ ഒരു ഉത്തരവാദിത്തമാണ്. ഗബ്രിയേൽ എന്ന് പറയുന്നത് ഫൈറ്റിങ്ങിന് വേണ്ടി, യുദ്ധത്തിന് വേണ്ടിയുള്ള ദൂതനല്ല, അത് ദൂതറിയിക്കാൻ വേണ്ടിയുള്ള ദൂതനാണ്. മീഖായേൽ യുദ്ധത്തിന് വേണ്ടിയുള്ള ദൂതനല്ല വാസ്തവത്തിൽ, പക്ഷെ ഒരു ആർക്കേഞ്ചലാണ് വാസ്തവത്തിൽ. ഈ യുദ്ധങ്ങളുടെ എല്ലാം തലവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൈന്യത്തില് ഇപ്പൊ 5-ാം സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആർമീസ് എന്ന് പറഞ്ഞു. ഇതിന്റെ തലവൻ ആരാന്ന് ചോദിച്ചാൽ മീഖായേൽ തന്നെയാണ്. പക്ഷെ മീഖായേൽ 5-ാം സ്വർഗത്തിലല്ല, മീഖായേൽ വസിക്കുന്നത് അതിന് മുകളിലുള്ള സ്വർഗമാണ്. അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. 5-ാം സ്വർഗത്തിലുള്ള ദൂതന് പാർസി രാജ്യത്തിന്റെ അധിപതിയുമായി യുദ്ധത്തിൽ ജയിക്കാൻ കഴിയാതെ വന്നപ്പോൾ അതിന് മുകളിലുള്ള ഒരു ദൂതനായിരിക്കുന്ന മീഖായേൽ വന്നിട്ടാണ് അവിടെ യുദ്ധം ജയിക്കുകയും ആ ദൂതൻ മീഖായേൽ യുദ്ധം ജയിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ സന്നിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതൻ ദാനിയേലിന്റെ അടുക്കൽ വരികയും ചെയ്തു. ദൂത് കൈമാറുവാൻ ഇടയെത്തുന്നു. എന്നിട്ടും ആ ദൂതൻ പറയുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്, പാർസി രാജ്യത്തിന്റെ പ്രഭുവുമായി എനിക്ക് യുദ്ധം ചെയ്യുവാനുണ്ട്. അതൊക്കെ ആകാശമണ്ഡലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ആകാശമണ്ഡലങ്ങളിൽ യുദ്ധമുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിനകത്ത് ദി ഗ്രേറ്റ് ഡ്രാഗൺ ഉണ്ട്, ഡ്രാഗനുമായിട്ടുള്ളൊരു യുദ്ധമുണ്ട്. സ്വർഗത്തിൽ വെളിപ്പെടാനുള്ള യുദ്ധം. സ്വർഗം എന്ന് പറയുമ്പോൾ ഇതെല്ലാം സ്വർഗങ്ങളാണ്. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, ഇങ്ങനെ ഓരോരോ സ്വർഗങ്ങളെയാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം സ്വർഗത്തിൽ ഇനി മറ്റൊരു യുദ്ധം കൂടെ സംഭവിക്കാനുണ്ട് അന്ത്യകാലഘട്ടത്തിൽ. ദി ഗ്രേറ്റ് ഡ്രാഗനുമായിട്ടുള്ള യുദ്ധം. അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതങ്ങളും ലൂസിഫറിന്റെ പിശാചിന്റെ ഫോളൻ ഏഞ്ചൽസിന്റെ ദൂതഗണങ്ങളുമായിട്ടുള്ള യുദ്ധമാണ്. അപ്പൊ അവിടെ നമ്മൾ ഓർക്കേണ്ടത്, സ്വർഗത്തിൽ നിന്ന് വീണ 2-ാം സ്വർഗത്തിലുള്ള കുറച്ച് ദൂതന്മാരെയാണ് ചങ്ങലിൽ ബന്ധിച്ചിരിക്കുന്നത്. ഭൂമിയുടെ താഴെ അതോ ഭാഗങ്ങളിലും ദൂതന്മാരെ ചങ്ങലിൽ ബന്ധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈജിപ്ഷ്യൻ പിരമിഡും ബെർമുഡ ട്രയാങ്കിളും എന്ന് പറഞ്ഞ ആ ഒരു എപ്പിസോഡിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഭൂമിയുടെ അതോ ഭാഗത്തും ദൈവം ദൂതന്മാരെ ന്യായവിധിക്ക് വേണ്ടി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ദൂതഗണത്തെയും ദൈവം ചങ്ങലിൽ ബന്ധിച്ചിട്ടില്ല. കുറച്ച് ദൂതഗണം ഇപ്പോഴും ഉണ്ട്. അവരാണ് പാർസി രാജ്യത്തിന്റെ പ്രഭുവെന്നും മറ്റു പ്രഭുവെന്നും അറിയപ്പെടുന്നത്. അവരെപ്പോഴും ദൈവത്തിന്റെ ദൂതന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നും ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഈജിപ്ഷ്യൻ പിരമിഡ് അല്ലെങ്കിൽ ബെർമുഡ ട്രയാങ്കിൾ ആ ഒരു പോർഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ ഞങ്ങൾ ഓർമ്മിപ്പിച്ചായിരുന്നു, ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ ബന്ധിച്ചിട്ടുണ്ട്. ആ കാഴ്ച ഹാനോക്ക് കണ്ടു. കാരണം ഹാനോക്ക് ഭൂമിയുടെ അറ്റത്തോളം സഞ്ചരിച്ചു. ദൈവത്തിന്റെ ദൂതന്മാർ ഹാനോക്കിനെ ഭൂമിയുടെ അറ്റത്തോളം കൊണ്ടുപോയി, സ്വർഗത്തിന്റെ അറ്റത്തോളം കൊണ്ടുപോയി. അപ്പൊ ഭൂമിയുടെ അറ്റത്തോളം കൊണ്ടുപോയ സമയത്താണ് അവിടെ ദൂതന്മാരെ ചങ്ങല ബന്ധിച്ചിരിക്കുന്നതായിട്ട് ഹാനോക്ക് കണ്ടു, സ്വർഗത്തിലും കണ്ടു. അപ്പം അത് അന്റാർട്ടിക്ക എന്നൊരു കാഴ്ചപ്പാടുണ്ട്, സ്റ്റഡീസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ബെർമുഡ ട്രയാങ്കിൾ, ഈജിപ്ഷ്യൻ പിരമിഡ് എന്ന് പറയുന്ന ആ ഒരു എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെൽ, അപ്പോൾ 5-ാം സ്വർഗത്തില് ദൂതന്മാരാണ് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ഇവരുടെ പ്രഥമ ദൗത്യം എന്ന് പറയുന്നത്, ഇവർ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. അപ്പൊ ഹാനോക്ക് ഈ 5-ാം സ്വർഗത്തിൽ വന്ന സമയത്ത് അവിടെ ഭയങ്കര ഒരു സൈലൻസ്, ഒരു നിശബ്ദതയാണ് കണ്ടത്. അപ്പൊ ഹാനോക്ക് ചോദിക്കുന്നുണ്ട്, എന്താ കൊണ്ടുവന്ന ദൂതന്മാരോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ ഇത്രയും നിശബ്ദത? കാരണം എണ്ണിക്കൂടുവാൻ പറ്റാത്ത രീതിയിൽ ദൂതഗണം 5-ാം സ്വർഗത്തിലുണ്ട്. പക്ഷെ അവിടെ ഭയങ്കര നിശബ്ദതയും മൗനവുമാണ് ഹാനോക്ക് കണ്ടത്. അപ്പൊ ഹാനോക്ക് റീസൺസ് ചോദിക്കുമ്പോൾ ഹാനോക്കിനെ കൊണ്ടുവന്ന 2 ദൂതന്മാരുണ്ട്.
ദൂതന്മാരുണ്ട്. ദൈവം പറഞ്ഞയച്ചിട്ട് ഹാനോക്കിനെ കൊണ്ടുവരുന്നത്, സ്വർഗങ്ങൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ദൂതന്മാർ. ആ ദൂതന്മാർ പറയുന്നുണ്ട്, നമ്മൾ 2ാം സ്വർഗത്തിൽ വെച്ച് കണ്ട കുറച്ച് ദൂതന്മാരല്ലേ ചങ്ങലെ ബന്ധിച്ചിരിക്കുന്ന, ആ ദൂതഗണം എന്ന് പറയുന്നത് ഇവരുടെ കൂട്ടത്തിലുള്ള 5ാം സ്വർഗത്തിലുള്ള ഗ്രിഗോറി എന്ന് പറയുന്ന ദൂതഗണത്തിൽ ഉൾപ്പെട്ട ദൂതന്മാരായിരുന്നു. ആ ദൂതഗണത്തിനകത്ത് ഈ 5ാം സ്വർഗത്തിലും എണ്ണിക്കൂടുവാൻ പറ്റാത്ത രീതിയിലുള്ള ദൂതന്മാരുണ്ട്. അപ്പം ഈ 5ാം സ്വർഗത്തിൽ തന്നെ പല ഡിവിഷൻസുമുണ്ട്. ഒരു ഡിവിഷനകത്ത് ഇത്ര ദൂതന്മാർ, അടുത്ത ഡിവിഷനകത്ത് ഇത്ര ദൂതന്മാർ, അപ്പം ഓരോരോ ഡിവിഷൻസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് സമയസ എന്ന് പറയുന്ന ദൂത ഗണമാണ്. ഗ്രിഗോറി എന്ന് പറയുന്ന മൊത്തത്തിൽ പറയുന്ന 5ാം സ്വർഗത്തിൽ ഉള്ള ദൂതഗണങ്ങളെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഗ്രിഗോറി എന്ന് പറയുന്നത്. എന്നാൽ അതിനകത്ത് സമയാസി എന്ന് പറയുന്ന ദൂതഗണമുണ്ട്. സമയാസി എന്ന് പറയുന്ന ദൂതഗണത്തിന്റെ നേതാവ് എന്ന് പറയുന്നത്, പ്രിൻസ് എന്ന് പറയുന്നത് സദനയേൽ എന്ന ദൂതനാണ്. സദനയേൽ. അപ്പോൾ സമയാസി എന്ന് പറയുന്ന ദൂതഗണത്തിലെ 200 ദൂതന്മാരാണ്. നമ്മുടെ നോഹയുടെ കാലത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു പറയുന്നു. അപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യപുത്രിമാരുടെ അടുക്കൽ വന്നു, അവരെ ഭാര്യമാരായി തെരഞ്ഞെടുത്ു. അവർക്കുണ്ടായ സന്തതികളെ ജയൻസ്, മല്ലന്മാരെന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ഭാഗത്ത് പറയുന്ന ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് സൂചിപ്പിക്കുന്നത് സമയാസ എന്ന് പറയുന്ന ദൂതഗണത്തെയാണ്. ഇത് 5ാം സ്വർഗത്തിലെ ദൂതന്മാരാണ് സമയാസ എന്ന് പറയുന്നത്. ഒരു ദൂതഗണമാണ് സമയാസ എന്ന് പറയുന്നത്. അപ്പം ആ 200 ദൂതന്മാരുടെ നേതാവാണ് സദനേൽ എന്ന് പറയുന്നത്. സദനേൽ എന്നാണ് ആ ദൂതന്റെ നേതാവ്. അപ്പോൾ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പുസ്തകങ്ങളിൽ, നമ്മുടെ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ആ കാലത്ത് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു, അതിനുശേഷം ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അപ്പോൾ ആ കാലം എന്ന് പറയുമ്പോൾ നോഹയുടെ ആ പ്രളയമായി, നോഹയുടെ സമയം, നോഹയുടെ കാലത്ത് ജലപ്രളയമായി ബന്ധപ്പെട്ട കാലഘട്ടം. അതിനുശേഷവും ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അപ്പോൾ പ്രളയത്തിന് ശേഷവും ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സംഭവിച്ചത്, പ്രളയത്തിന് മുമ്പും ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. ദൈവം എന്താ പറയുന്ന ആ ദൂതഗണത്തെയല്ല, ആ ദൂതഗണത്തിൽ നിന്നും മനുഷ്യ സ്ത്രീകളിൽ ഉണ്ടായ അല്ലെങ്കിൽ മനുഷ്യപുത്രിമാരിൽ ഉളവായ ജയൻസിനെ, മല്ലന്മാരെ കൊന്നു നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാൻ ദൈവം ശ്രമിച്ചു. അതിനുശേഷം ഈ ദൂതഗണത്തെ ദൈവം നശിപ്പിച്ചില്ലായിരുന്നു. ആ ദൂതഗണം പിന്നെയും മനുഷ്യ പുത്രിമാർ അടുക്കൽ വന്നു, അവർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു, പിന്നെയും അവരെ ഭാര്യമാരായി തെരഞ്ഞെടുത്തു. അപ്പോൾ നോഹയുടെ കാലത്ത് ജലപ്രളയത്തിന് ശേഷവും ഭൂമിയിൽ പിന്നെ മല്ലന്മാർ വെളിപ്പെട്ടു. അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ജയൻസ്, നെഫ്ലിംസ്, മല്ലന്മാർ എന്ന് പറയുന്ന ആ ഒരു വീഡിയോസ് 4 പാർട്ടുണ്ട്. ആ 4 പാർട്ടിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. ആരാണ് ദൂതന്മാർ, മനുഷ്യപുത്രിമാർ ആരാണ്, ദൈവത്തിന്റെ പുത്രന്മാർ ആരാണ്, അവർ ചെയ്ത പാപം എന്തുവാ, അതിനുശേഷം അവരെവിടാണ്, ജലപ്രളയത്തിന് ശേഷം ഈ മല്ലന്മാരുണ്ടായിരുന്നു, ജലപ്രളയത്തിന് ശേഷം ദൂതന്മാർ ഇറങ്ങി വന്നു, ജലപ്രളയത്തിന് ശേഷമുള്ള മല്ലന്മാർ എവിടെയൊക്കെയാണ് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്, ഇപ്പോൾ ആ മല്ലന്മാർ എവിടെ ഉണ്ട്, ഗോലിയാത്തിനെ കുറിച്ചെല്ലാം ഇങ്ങനെ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെപ്പേർഡ് ബോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ, ഈ യൂട്യൂബ് ചാനലിൽ തന്നെ മല്ലന്മാരെ കുറിച്ച്, നെഫ്ലിംസ്, ജയൻസിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 4 പാർട്ടായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 5ാം സ്വർഗത്തെ കുറിച്ച് വേഗത്തിൽ ഒന്ന് ഓർമ്മിപ്പിച്ചു വിടുകയാണ്. അപ്പം 5ാം സ്വർഗത്തിലെ ദൂതഗണത്തിൽപ്പെട്ട ഈ ദൂതന്മാരാണ്, 200 ദൂതന്മാരാണ് നമ്മുടെ മൗണ്ട് എർമോൺ എന്ന് പറയുന്ന സ്ഥലത്ത്. മൗണ്ട് എർമോൺ എന്ന് പറയുന്ന അവിടുത്തെ ഒരു കൊടുമുടിയാണ്. അപ്പം അതിന്റെ മുകളിൽ പർവ്വതമാണ്. ആ പർവ്വതത്തിലാണ് ഇവര് വന്നത്. അപ്പൊ അവർ വരുന്ന സമയത്ത് ഈ സമയാസ എന്ന് പറയുന്ന ദൂതഗണം സദനയിലോട് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ പോയാൽ ദൈവം നമ്മളെ ശിക്ഷിക്കും എന്നൊക്കെ പറയുമ്പോൾ സദനയിൽ പറയുന്നു, നിങ്ങളെ മാത്രമല്ല ദൈവം ശിക്ഷിക്കുന്നത്, എന്നെ കൂടെ ശിക്ഷിക്കും. അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചാണ് ഈ പറയുന്ന മൗണ്ട് എർമോണിൽ ചെന്ന് മനുഷ്യപുത്രിമാരെ ഭാര്യമാരെ തിരഞ്ഞെടുക്കുകയും ജയൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഈ ദൂതഗണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഗ്രിഗോറി എന്ന് പറയുന്ന ദൂതഗണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ അപ്പിയറൻസ് മനുഷ്യരെ പോലെയാണ്, മനുഷ്യരെ പോലെയുള്ള അപ്പിയറൻസ് ആണ്. ഇനി നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനുഷ്യപുത്രിമാരുടെ അടുക്കൽ ദൈവത്തിന്റെ പുത്രന്മാർ ചെന്നു. അപ്പം ഇവരുടെ അപ്പിയറൻസ് ഏറെക്കുറെ മനുഷ്യരുമായി സാദൃശ്യം ഉള്ളത് കൊണ്ടാണ് മനുഷ്യപുത്രിമാർ അവരെ സ്വീകരിക്കാനും തയ്യാറായത്. അപ്പൊ ഭയപ്പെടുത്തുന്ന ഒരു രൂപമോ, ദൂതന്മാരുടെ ഗണത്തിൽ തന്നെ വേറെ ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്, കെരൂബുകളുണ്ട്, സാറാഫുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വരുന്ന എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. 6 ചിറകുള്ളവരുണ്ട്, അനേകം കണ്ണുകളുള്ള ദൂതന്മാരുണ്ട്. അപ്പോൾ പല ദൂതന്മാരുണ്ട്. പക്ഷെ ഗ്രിഗോറി എന്ന് പറയുന്ന 5ാം സ്വർഗത്തിലെ ദൂതന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് മനുഷ്യരോട് സദൃശമായ രൂപമാണ്
രൂപമാണ് ഉള്ളത്. അവരുടെ ഫേസ് അല്ലെങ്കിൽ ആ രൂപം കണ്ട മനുഷ്യരോട് സദൃശമാണ്. പക്ഷെ അവർ ജയൻസ് ആണ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനുഷ്യരെക്കാട്ടിലും വലുപ്പം മീൻസ് ഹൈറ്റും വെയിറ്റും ഉള്ള ജയൻസ് ആയിട്ടാണ് ഈ ദൂതഗണത്തെ കാണുന്നത്. പക്ഷെ അപ്പിയറൻസ് എന്ന് പറയുന്നത് മനുഷ്യരോട് സദൃശമാണ്. അപ്പം ഇതേ സ്റ്റോറി തന്നെയാണ് നമ്മൾ ബൈബിളിലും കാണുന്നത്. ഹാനോക്കിന്റെ പുസ്തകത്തിൽ മാത്രമല്ല ബൈബിളിൽ നമ്മൾ കാണുന്നത് ഈ ദൂതഗണത്തിന്റെ സന്തതികളെ ബൈബിളിൽ പറയുന്ന ജൈൻസ് എന്ന് തന്നെയാണ് പറയുന്നത്, മല്ലന്മാർ. കാരണം മല്ലന്മാരുടെ പ്രത്യേകം എന്തുവാ, അവർ മനുഷ്യരുടെ അപ്പിയറൻസ് തന്നെ മനുഷ്യരെ പോലെ തന്നെയാണ്. പക്ഷെ അവരുടെ സൈസ് എന്ന് പറയുന്നത് പുരാതന കാലത്തെ വീരന്മാരെന്ന അവരെ കുറിച്ച് പറയുന്നത് അവരുടെ സൈസ് എന്ന് പറയുന്നത് അതിഭയങ്കരമായ സൈസായിരുന്നു, സാധാ മനുഷ്യന്റെ സൈസേ അല്ല. അപ്പം അതിനെക്കാട്ടിലും ഭയാനകമായ ഹൈറ്റും വെയിറ്റുമുള്ള മനുഷ്യരായിരുന്നു മല്ലന്മാരെന്ന് പറയുന്നത്. ഈ മല്ലന്മാരെങ്ങനെ വന്നത്? ഈ ദൂതഗണത്തിന്റെ സന്തതികളാണ്. ഏതാ? ഫോളൻ ഏഞ്ചൽസ്. ഈ ഒരു ഗ്രിഗോറി എന്ന് പറയുന്ന ദൂതഗണത്തിൽ നിന്ന് പുറത്തു വന്ന സമയാസ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ദൂതഗണത്തിൽ നിന്നും മനുഷ്യപുത്രിമാർക്ക് ഉളവായ മല്ലന്മാരാണ്. അപ്പോൾ ആ ഒരു സൈസ് തന്നെയാണ് മല്ലന്മാർക്കും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് അഞ്ചാം സ്വർഗത്തില് നമ്മുടെ ഹാനോക്കിന് ദൈവത്തിന്റെ ദൂതന്മാർ കാണിച്ചത്. അപ്പം അഞ്ചാം സ്വർഗത്തിലാണ് ഈ പറയുന്ന ദൈവത്തിന്റെ ആർമീസ്, ഫൈറ്റിംഗ് ആർമീസ് ആയിട്ട് അല്ലെങ്കിൽ ആർമീസ് ദൈവത്തിനോട് യുദ്ധം ചെയ്യുന്ന ദൂതന്മാർ വസിക്കുന്നത് അഞ്ചാം സ്വർഗത്തിലാണ്. അവർ അപ്പിയറൻസ് എന്ന് പറയുന്ന മനുഷ്യരോട് സദൃശമുള്ള അപ്പിയറൻസ് ആണ്. പക്ഷെ അവരുടെ സൈസ് എന്ന് പറയുന്നത് ജയൻസിന് തുല്യമായിട്ടുള്ള സൈസ് ആണ്. ഈ ദൂതഗണത്തിൽ നിന്ന് 200 പേരാണ് നമ്മുടെ മൗണ്ട് എർമോണിൽ ഇറങ്ങി വന്നത്. ഈ ദൂതഗണത്തിന്റെ പേരെന്ന് പറയുന്ന സമയാസയാണ്. ഈ സമയാസ എന്ന് പറയുന്ന ദൂതഗണത്തിന്റെ പ്രിൻസിന്റെ പേരാണ് സദനേൽ. ഈ സദനേലിന്റെ നേതൃത്വത്തിലാണ് 200 ദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മനുഷ്യപുത്രിമാരിൽ നിന്നും ജയൻസിനെ മല്ലന്മാരെ ജനിപ്പിക്കുവാൻ ഇടയായി തീർന്നത്. അപ്പം ഇത്രയും ഡീറ്റെയിൽസ് ആണ് അഞ്ചാം സ്വർഗത്തിൽ നമ്മുടെ ഹാനോക്ക് കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡുകൾ നമ്മൾ പറയും. എന്താ മറ്റു ദൂതന്മാരുടെ പ്രത്യേകതകൾ. അപ്പം ഇവരെ സഹായിക്കാൻ വേണ്ടി യുദ്ധത്തിന് വേണ്ടി പോയപ്പോൾ അശ്ശൂർ രാജാവുമായി യുദ്ധത്തിന് പോയത് ഈ ദൂതഗണത്തിൽപ്പെട്ട ദൂതനാണ്. നമ്മുടെ ദാനിയേലിന് വേണ്ടി ഫൈറ്റ് ചെയ്തത് ഈ ഗ്രിഗോറി എന്ന് പറയുന്ന ദൂതഗണത്തിലെ ദൂതനാണ്. പക്ഷെ ഗ്രിഗോറിക്ക് യുദ്ധം ജയിക്കുവാൻ പറ്റാതെ വന്നപ്പോഴാണ് ഈ ദൂതഗണത്തിന്റെ മുകളിലുള്ള മീഖായേൽ വന്നത്. അപ്പം മീഖായേൽ ഏത് സ്വർഗത്തിലാണ് വസിക്കുന്നത്, ആ സ്വർഗത്തിൽ ആരൊക്കെയാണ് ഉള്ളത്, മീഖായേലുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണ് നിൽക്കുന്നത്, ആ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത എപ്പിസോഡ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഷെപ്പേർഡ് ബോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക.